റേഷൻ കടകളിൽ മണ്ണെണ്ണ നേരിട്ടെത്തിച്ചു നൽകുവാൻ സർക്കാർ 3 മാസത്തിനുള്ളിൽ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് ഹൈക്കോടതി ജസ്റ്റിസ് എൻ നഗരേഷാണ് ഉത്തരവിട്ടത്. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെ നൽകിയ ഹർജിയിന്മേലാണ് നടപടി. ഇതോടെ വൈകാതെ ഇടുക്കിയിലും മണ്ണെണ്ണ വിതരണം ആരംഭിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് റേഷൻ വ്യാപാരികൾ. നിലവിൽ ഒരു റേഷൻ കടയ്ക്ക് ശരാശരി 300 ലിറ്റർ മണ്ണെണ്ണയാണ് അനുവദിക്കുന്നത്. കമ്മീഷനായി ലഭിക്കുക 1800 രൂപ മാത്രം. ഇതിൽ നിന്ന് മൊത്ത വിതരണ കേന്ദ്രത്തിലെത്തി മണ്ണെണ്ണ എടുക്കുന്നതിന്റെ വാഹന ചെലവും മറ്റും റേഷൻ വ്യാപാരികൾക്ക് താങ്ങുവാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി വിലയിരുത്തി. മണ്ണെണ്ണ എടുക്കുവാനുള്ള ചെലവ് കണക്കാക്കിയാണ് ജൂൺ 1 മുതൽ കമ്മീഷൻ ലിറ്ററിന് 3 രൂപ 70 പൈസയിൽ നിന്ന് 6 ആയി വർദ്ധിപ്പിച്ചതെന്ന സർക്കാർ വാദം സിംഗിൾ ബെഞ്ച് തള്ളി. ഉടനെ തന്നെ മണ്ണെണ്ണ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് റേഷൻ വിതരണക്കാർ. റേഷൻ കടകളിൽ മാതിരിപ്പടിയായി മണ്ണെണ്ണ എത്തിച്ചു നൽകണമെന്നുള്ള ഒരു ഓർഡറാണ് നൽകിയിരിക്കുന്നത്. അതും പ്രകാരം റേഷൻ കടകളിൽ മണ്ണെണ്ണ എത്തും എന്നുള്ള ഒരു ആശ്വാസമാണ് ഞങ്ങളുള്ളത്. കാരണം നമുക്കറിയാം, വളരെയേറെ വാഹനക്കൂലി നൽകിക്കൊണ്ട് മണ്ണെണ്ണ എടുത്ത് ഒരു കാരണവശാലും വിതരണം ചെയ്യാൻ ഞങ്ങൾക്ക് മുതലാകാത്തതുകൊണ്ടാണ് ഞങ്ങൾ മണ്ണെണ്ണ എടുക്കാതിരിക്കുന്നത്. അപ്പം ഗവൺമെന്റ് കോടതി വിധി ഞങ്ങൾക്ക് അനുകൂലമായത് സാഹചര്യത്തിൽ ഗവൺമെന്റ് മണ്ണെണ്ണ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ള ആശ്വാസമാണ് ഞങ്ങൾ സന്തോഷകരമായ വിവരം പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. കൊല്ലം ജില്ലയിൽ മൊത്ത വ്യാപാരികൾ റേഷൻ കടകളിൽ മണ്ണെണ്ണ നേരിട്ട് എത്തിക്കുകയാണ്. ഇതിന് സമാനമായ രീതിയിൽ ഇടുക്കിയിലും ക്രമീകരണങ്ങൾ ഒരുക്കുമെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.